സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പുത്തൂര് കട നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ആകെ പ്രയാസത്തിലായിരുന്നു. ഫൈസൽ മാഷ് വന്നെന്നെ പരിചയപ്പെട്ട് ഇത് വ്ളോഗ് ചെയ്ത് എനിക്ക് ഒരുപാട് കസ്റ്റമറെ കിട്ടി. അതിനേക്കാളുപരി എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ രക്തബന്ധത്തെക്കാളേറെ സ്നേഹബന്ധമാണ് എനിക്ക് ഫൈസൽ മാഷിനോടുള്ളത്. എന്നെ ഞാനാക്കി തീർത്തത് ഈ വലിയ മനുഷ്യനാണ്. ഇനി ഇതിനേക്കാൾ ഭൂമിയിൽ ഇതിനേക്കാൾ വലിയൊരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുണ്ട് മാഷേ. നമ്മൾക്ക് അതായത് നമുക്കൊരാളെ ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായാലേ നമുക്കൊരാളെ വിലയിരുത്താൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട്. അവരെല്ലാം അവരുടെ ഒരു ബിസിനസ് എന്ന രീതിയിൽ മാഷിൻ്റെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ മാഷിനെ കുറിച്ച് അറിഞ്ഞത്രയും കിട്ടുന്നത് കൊണ്ട് രാവും ഇല്ല പകലും ഇല്ലാണ്ട് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാഷിൻ്റെ ടൈം ചെലവഴിക്കുകയാണ്. പകല് സ്കൂളുകളിലും അത് കഴിഞ്ഞാലുള്ള ടൈം നിർധനരായവരെ കണ്ടെത്തി ഊണുമില്ല ഉറക്കമില്ലാതെ അവനവൻ്റെ കുടുംബത്തെ ഒക്കെ മറന്നിട്ടാണ് മാഷ് സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചേക്കുന്നത്. പഠിച്ച റബ്ബിന്റെ കാരണം എന്നും ഏതായാലും സന്തോഷം. ഏതായാലും ഇവിടുന്ന് ഇനി ഉടൻ തന്നെ ഞാൻ വീഡിയോ ചെയ്യണം. വീണ്ടും തന്നെ നിങ്ങളെ സപ്പോർട്ട് കിട്ടണം. ഒരുപാട് പേര് വന്ന് സാധനം മേടിക്കുന്നുണ്ട്. ഇതിന്റെ രുചി അസാധ്യ രുചിയാണ്. അപ്പൊ നിങ്ങൾ വാങ്ങിക്കണം. ചേച്ചിന്റെ ഒറ്റ വാക്കിൽ ചേച്ചി ഓർഫനാണ്. ഇപ്പോൾ ഒരൊറ്റ മോളേ ഉള്ളൂ. ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. വാടക വീട്ടിലാണ്. ഇനിയും സാമ്പത്തിക ബാധ്യത ഉണ്ട് മോളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട്. ഇതൊക്കെ കച്ചവടം ചെയ്തിട്ട് വേണം. പിന്നെ മഴ പെയ്താൽ എന്താ ചെയ്യുക എന്നുള്ളൊരു പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നേരത്തെ നമ്മൾ മിനി ചേച്ചിയെ പറ്റി പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അധിക ദിവസമൊന്നും ഇവിടെ ഉണ്ടാവില്ല അല്ലേ? എന്നാൽ തൊട്ടടുത്തുണ്ടാവുകയും ചെയ്യും. തൊട്ടടുത്തുണ്ടാവുകയും ചെയ്തു. ഒരു അസ്രഫ് കൂട്ടായ്മ എന്ന് പറഞ്ഞവർ നമുക്കൊരു പെട്ടിക്കട തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സ്ഥലം നോക്കി നമുക്ക് ഇവിടുന്ന് മാറിയിട്ട് ഒന്ന് സ്ഥിരമായിട്ട് ഒരിടത്ത് ആക്കണം. ഏതായാലും ഈ കട ഇപ്പം നിൽക്കണ ഈ ഷോപ്പ് വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ അവർ ഓപ്പൺ ആക്കും. അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ആദ്യം നിന്നിരുന്ന അവിടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ലോണം വെള്ളം അടിച്ചു കയറും. അപ്പോൾ കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ മഴ നനഞ്ഞു പോകില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയൂല അവിടുന്ന്. ഏതായാലും ഇന്നൊരു സന്തോഷമുള്ള വീഡിയോ കേട്ടോ. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു. നിങ്ങൾ ഒരുപാട് പേര് കണ്ടു. ചേച്ചി പിന്നെ ഇവരുടെ സ്റ്റോറിയൊക്കെ നിങ്ങൾ കണ്ടു. ഇവിടെ ഈ മഴ പെയ്താൽ വലിയ പ്രതിസന്ധിയാണ്. പക്ഷെ ഫുഡ് അടിപൊളിയാണ്. ഇവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡ് ചിക്കൻ ഫ്രൈ, ബീഫ് കറി, മീൻ കറി, കപ്പ, പിന്നെ ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊറോട്ട ഉണ്ടോ? പൊറോട്ട ഇല്ല. അപ്പോൾ ഇവരെന്താ പറയുക സന്തോഷം. നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പിന്നെ അഷ്റഫ് കൂട്ടായ്മ എന്ന വലിയ സംഘടന ഇവരുടെ വിഷയം ഏറ്റെടുത്തൊരു പെട്ടിക്കടല്ല. അത്യാവശ്യം വലിപ്പമുള്ള സംഭവമാണ്. ഇനി കുറച്ചപ്പുറത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് നാട്ടുകാരും പ്രദേശവാസികളും നമ്മുടെ പഞ്ചായത്ത് സംവിധാനം അല്ല നഗരസഭയൊക്കെ നമ്മളോട് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചേച്ചിക്ക് ഇനി പിന്നെ അവിടെ സുഖമായിട്ട് ഇതിൻ്റെ പുതിയ രൂപത്തിൽ കച്ചവടം ചെയ്യാൻ പറ്റും. ഒരുപാട് നന്ദി നമ്മുടെ അഷ്റഫ് കൂട്ടായ്മക്ക് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കേട്ടോ.